ഇപ്പം നമ്മൾ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആണ്. അതുകൊണ്ട് മില്ലറ്റ്സ് കൊണ്ടുള്ള ഫുഡ് നമ്മൾ ഒരുപാട് കഴിക്കാറുണ്ട്. മില്ലറ്റിൽ ഉൾപ്പെടുന്ന ഒരു സാധനമാണ് കിൻവ സീഡ്സ്. ഈ കിൻവ സീഡ് കൊണ്ടുള്ള ഉപ്പുമാവാണ് ഇന്ന് ചെയ്ത് കാണിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ കൂട്ടുകാർക്കെല്ലാം ഇന്നത്തെ മിസ് ചാൻഡീസ് ഫുഡ് നോട്ട്സിൻ്റെ ഈ എപ്പിസോഡിലേക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം. കിൻവ സീഡ് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് മുമ്പ് സ്ട്രെയിനറിനകത്ത് വെച്ച് അത് നല്ല റണ്ണിങ് വാട്ടറിലൊന്ന് ഒഴിച്ച് കഴുകി അതിനകത്തെ പൊടിയും അതിൻ്റെ ബിറ്റർനെസ്സും ഒക്കെ കളഞ്ഞിട്ട് സ്ട്രെയിൻ ചെയ്ത് ഒരു പാത്രത്തിനകത്ത് നമ്മൾ വെച്ചാൽ മതി. ഒരു അരമണിക്കൂർ അങ്ങനെ ഇരുന്നാൽ മതി. വെള്ളത്തിനകത്തിട്ട് സോക്ക് ചെയ്ത് വെക്കേണ്ട, അത് ഓവർ കുക്ക്ഡ് ആയിപ്പോൾ പിന്നെ കുക്ക് ചെയ്യുമ്പോൾ. അപ്പം നമ്മൾ കട്ടിയുള്ള ബേസുള്ള ഒരു പാത്രം വയ്ക്കാം. നമുക്ക് പാത്രം ചൂടാകുന്നതിന് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. അതിനൊപ്പം തന്നെ കുറച്ച് നെയ്യും കൂടി ഒഴിക്കാം. നന്നായിട്ട് എണ്ണ ചൂടാകുന്നതിന് നമുക്ക് കടുകിട്ട് കൊടുക്കാം. അത് പൊട്ടുന്ന ഉടനെ ചെറുതായിട്ട് അരിഞ്ഞ സവാള നന്നായിട്ട് വഴലണം. വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് ഏറ്റവും നല്ലത്. അതുകൊണ്ട് വീട്ടിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കുക. ഹോം ഫുഡ് ഈസ് ദ ബെസ്റ്റ് ഫുഡ്, സോ കുക്ക് അറ്റ് ഹോം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ഉള്ളിയുടെ കൂടെ ചേർക്കണം, അല്ലെങ്കിൽ ഉള്ളി മധുരിക്കും. ഒരു ഉള്ളി ഒന്ന് വഴന്ന് വരുന്നുണ്ടെങ്കിൽ നമുക്ക് അല്പം ഉപ്പും കൂടെ ചേർക്കണം. അപ്പോൾ ഉള്ളിയിലെ വെള്ളമെല്ലാം പുറത്തിറങ്ങും. അതുപോലെ തന്നെ ഉള്ളിക്ക് ഉപ്പും എരിയും പിടിക്കുകയും ചെയ്യും. ഉള്ളി കുറച്ചുകൂടെ നന്നായിട്ട് റോസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്ന വെജിറ്റബിൾസ് ചേർക്കാം. പിന്നീട് പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചി, വളരെ പൊടിയായിട്ട് അരിഞ്ഞതാണ് നല്ലത്. അതല്ല എങ്കിൽ ഇഞ്ചിയിൽ കടിക്കും നമ്മൾ കഴിക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ബേസായിട്ടുള്ള സാധനത്തിന് നല്ല മസാല പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കിൻവ സീഡ്സ് ഇട്ട് കഴിയുമ്പോൾ നല്ല ഫ്ലേവർഫുള്ളായിരിക്കും അത്. ഈ ഉള്ളി ഒരുവിധം നന്നായിട്ട് റോസ്റ്റായി കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ക്യാരറ്റ് ഇടാം. ചെറുതായിട്ട് അരിഞ്ഞ ബീൻസ് ഇട്ടു. അതുപോലെ കുറച്ച് ഗ്രീൻ പീസും ഇട്ടു. വെജിറ്റബിൾ നമ്മുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴന്നാൽ മതി. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞതായതുകൊണ്ട് നമ്മളൊരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയാൽ മതി. ഇതിന് ശേഷം നമ്മൾ സ്ട്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന കിൻവ സീഡ്സ് ഇതിനകത്തേക്ക് ഇടാം. ഇത് വെള്ളത്തിനകത്തിട്ട് കുതിർത്ത് വെക്കല്ലേ. എന്നിട്ട് ഇതൊന്ന് ഈ എണ്ണയ്ക്കകത്ത് തന്നെ ഒന്ന് വഴറ്റണം. യാതൊരു കാരണവശാലും കട്ട പിടിക്കരുത്, അതിനായിട്ടാണ്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 കപ്പിന് 2 കപ്പാണ് നമ്മുടെ റേഷ്യോ. അതിലൊരു ശകലം കുറച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഇതിലേക്ക് പിന്നീട് നല്ല പച്ച കറിവേപ്പില, ഇത് ഒന്ന് ക്രഷ് ചെയ്തിടാം നമുക്ക്, അല്ലെങ്കിൽ ചോപ്പ് ചെയ്തിടാം. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഈ വെള്ളത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കണം. ഇല്ലെങ്കിൽ ഉപ്പുമാവിന് ഉപ്പുണ്ടാവില്ല. ചെറിയൊരു ഉപ്പുരസം മതി. വെള്ളം പറ്റുമ്പോഴത്തേനും ഉപ്പ് കുറച്ചുകൂടെ കൂടിക്കോളും. ഇതിന് നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. ഒരു മീഡിയം ഫ്ലെയിം വെച്ച് ഇളക്കി കൊടുത്താൽ മതി. കിൻവ സീഡ്സ് ഇതിനകത്തേക്ക് ഇട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ അതിൽ നല്ലതായിട്ട് അങ്ങ് ഫ്ലേവർ പിടിക്കും. അല്ലാതെ വേണമെങ്കിൽ നമ്മൾ കിൻവ സീഡ്സ് വേറെ സെപ്പറേറ്റ് ആയിട്ട് വേവിച്ചതിന് ശേഷം ഇതിനകത്ത് ചേർക്കുന്നവരും ഉണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഇങ്ങനെയാണെങ്കിൽ ആ ഫ്ലേവർ എല്ലാം ആ സീഡ്സിൽ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്നിട്ട് ഈ വെള്ളം നികയ്ക്കാകുന്നിടം വരെ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് വെള്ളം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറയ്ക്കണം. തീ കുറച്ചതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കണം. ഇതെല്ലാം നല്ല റൗണ്ട് ബോൾസായിട്ട് വരണം. ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കണേ. നല്ല ബോളായിട്ട് വരുന്നത് കണ്ടോ. ചൂടൊന്ന് സോഫ്റ്റ് ആകണം. അടച്ചു വയ്ക്കാം. നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. തീ നമ്മൾ കുറച്ചാണ് വെച്ചിരിക്കുന്നത്. പൊട്ടുന്ന ശബ്ദം കേൾക്കാമല്ലോ. നമ്മുടെ ഈ കിൻവ ഉപ്മാവ് റെഡിയാണ്. കിൻവയ്ക്കകത്ത് ഒരുപാട് ഫൈബർ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഡയബറ്റീസുകാർക്ക് ബെസ്റ്റ് ഫുഡാണ്. ഇനി അല്ലാത്തവർക്കും ഡൈജഷനും നല്ല ബെസ്റ്റ് റെസിപ്പിയാണ് ഈ കിൻവ ഉപ്മാവ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഒരുപാട് പേര് ഇപ്പോൾ ആരോഗ്യകാര്യത്തിൽ വളരെ ശ്രദ്ധയുള്ളവരാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങളുടെ കമൻസും ഫീഡ്ബാക്കും സജഷൻസും ഒക്കെ കമൻസായിട്ട് പോസ്റ്റ് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മറ്റു നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും ഞാൻ എത്തും. ടിൽ ദെൻ ഐ എം സൈനിങ് ഓഫ് ആൻഡ് യു സ്റ്റേ സേഫ്.